Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? Yes, ma'am. ഉച്ചമയക്കത്തിലാണോ? ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. പ്രയർ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. നമ്മുടെ PG ക്ലാസ്സിലും പ്രയർ ചെയ്യാം. ആരെങ്കിലും ഒരാള് പ്രയർ ചെയ്തോളൂ. Heavenly Father, as we start this day, we ask for your wisdom to guide our steps, bring clarity to our mind, and help us make the right decisions. Bless our efforts with success and let your favor shine upon us. We trust in your plan and ask for your strength as we pursue our goals. In Jesus' name, Amen. Thank you. ഇതിനകത്തുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ 12ലെയും 13ലെയും അല്ലേ? 12, 13 ബാച്ചസിലെ കുട്ടികളാണോ? 14 ഉണ്ട്. 14 ഉണ്ട്. ഓക്കെ. Ma'am, sign in പറഞ്ഞോട്ടെ. സൈൻ ഇൻ ചെയ്തോളൂ. Good afternoon, everyone, and good afternoon, ma'am. I am Shruti Suresh. It is my pleasure to welcome all my friends for today's class. Thank you all for joining us today's class. I would like to extend a warm welcome to our respected Ashwati ma'am for joining us today. I hope you will all enjoy the class. Thank you. Thought of the day. Every day is a new chance to learn, grow, and become better than yesterday. Thank you. ജസ്റ്റ് നമുക്കൊന്ന് പേരുകളും നോക്കാം. അസീന 13ലാണ് അല്ലെ? 13th ബാച്ചാണ് അസീന സബിത്ത്. അതെ മാം. ആതിര 13 ആണ്. ലവ്ലി 13 ആണ്. Yes, ma'am. സൂര്യ രാജു 14th ബാച്ചാണ് അല്ലേ? സൂര്യ 14 അല്ലേ? സജന 13 ആണ് അല്ലെ? 13th ബാച്ചിലെയാണ്. അളക 12 ആണ്. Yes, ma'am. സനീഷ ഏത് ബാച്ചാണ്? 14 ആണ്. ഓക്കെ. ആര്യ വിനു 14 ആണ്. ഓക്കെ. ശ്രുതി സുരേഷ് 13 ആണ്. ലിനി തോമസ് 14 ആണ്. മിന്നു നാരായണൻ 12 ആണ്. ശ്രീഷ്മ പ്രശാന്ത് ഏത് ബാച്ചാണ്? 14 ആണ് അല്ലേ? മേരി ദൃശ്യ 14 അല്ലേ? അതെ വിനിഷ പ്രകാശ് 14 ആണ് അല്ലേ? അമീഷ 12th ബാച്ചാണ്. ഏതാണ്? 12 ആണ്. ഓക്കെ. കാണാറില്ല അങ്ങനെ. ഇടയ്ക്ക് കയറാറുണ്ട് തോന്നുന്നു അല്ലേ? ഇടയ്ക്ക് കയറാറുള്ളൂ. ഇടയ്ക്ക് കയറാറുണ്ട്. ഷമീമ വിഷാർ 14 ആണ് അല്ലേ? ഓക്കെ. വനജ 14 ആണ്. ഷബീന ഏതാണ് ബാച്ച്? MT12 ആണ് അല്ലേ? അതെ. ഓക്കെ. റിപ്പോർട്ട് ക്ലാസ് ആണോ കാണുന്നത്? ഇന്നലെ കയറിയായിരുന്നു. ഇടയ്ക്കാണ് കയറുന്നത് അല്ലേ?
PG-12 ക്ലാസ് ഇന്നലെ മുതലല്ലേ സ്റ്റാർട്ട് ചെയ്തേ? ആ, PG-യുടെ അല്ല ഡിപ്ലോമയിൽ കണ്ടിട്ടില്ല ഞാൻ, അതാണ് ഡിപ്ലോമയിൽ ചോദിച്ചത്. കേറാറില്ല. ഫസ്റ്റ് ടൈമിലൊക്കെ കേറുമായിരുന്നു. അതെ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഹെൽത്ത് പ്രോബ്ലം ഒക്കെ വന്ന് സർജറി ഒക്കെ നടന്ന, അപ്പൊ അത് കാരണം എനിക്ക് ക്ലാസ്സിൽ ഡയറക്റ്റ് കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു. ആ, പിന്നെ ഞാൻ റെക്കോർഡ് ക്ലാസ് ഒക്കെ കാണുന്നുണ്ട്. ഇടയ്ക്കൊക്കെ റെക്കോർഡ് ക്ലാസ് ആണ് കൂടുതലും കാണുന്നതല്ല. അതെ അല്ലേ. എക്സാം ഇന്നലെ അറ്റൻഡ് ചെയ്തില്ലേ? എക്സാം ഇന്നലത്തെ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ ആണോ? ഓക്കെ ആണ്. ടീച്ചറിന്റെ റിവിഷൻ ക്ലാസ് ഞാൻ കണ്ടായിരുന്നു, മിസ്സിന്റെ. ആ റിവിഷൻ ക്ലാസ് കണ്ടതുകൊണ്ട് ആ ഒരു ഭാഗം എനിക്ക് കുറച്ച് ക്ലിയർ ചെയ്ത് പോരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മറ്റുള്ളതെല്ലാം പഠിച്ച് വായിച്ചിട്ടുണ്ടെങ്കിലും അത്ര വലിയ എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാലും ചെയ്ത് വിട്ടിട്ടുണ്ട്. എത്രത്തോളം ശരിയുണ്ടെന്ന് അറിയില്ല. ഓക്കെ ഓക്കെ, നോക്കാം കേട്ടോ. ഓക്കെ. ഓക്കെ ഓക്കെ. ഇനി വേറെ രണ്ടുപേരും കൂടി ഉണ്ട്. ആരൊക്കെയാണ്? കഴിഞ്ഞു. രേവതി. രേവതി 14 അല്ലേ? അതെ മാം, 14 ബാച്ചാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ PG ബാച്ചിന്റെ? യെസ് മാം. ഓക്കെ. അപ്പോ സാധാ ബാച്ച് പോലെ, അതായത് നിങ്ങളുടെ ഡിപ്ലോമയുടെ ബാച്ച് പോലെ തന്നെ പരസ്പരം കോർഡിനേഷൻ ഉണ്ടാവുക കേട്ടോ. നമ്മള് PG ക്ലാസ്സിൽ നിങ്ങള് മിസ് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. സെമിനാർ കണ്ടക്ട് ചെയ്യാറുണ്ട്. നമ്മുടെ PG ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് സെമിനാറുകൾ എടുക്കുന്നത്. അപ്പൊ സെമിനാറുകൾ എടുത്ത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അവിടെ മാർക്ക് നമ്മൾ ഇടും, സെമിനാറിന് മാർക്ക് ഇടും. അപ്പൊ PG സ്റ്റുഡൻസിന് വൈവ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ഈ മാർക്കാണ് ആഡ് ചെയ്യുക, അതായത് ഈ സെമിനാർ എടുത്ത മാർക്ക് അവിടെ ആഡ് ചെയ്യും. അല്ലെങ്കിൽ ആ സമയത്ത് മിസ്സുമാര് ചോദിക്കുന്ന രീതിയിൽ കുറച്ച് സമയം കൊണ്ട് അത് ബ്രീഫ് ചെയ്യണം. അപ്പൊ ഏതാ നല്ലതെന്ന് നിങ്ങൾ നോക്കൂ. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് നല്ല രീതിയിൽ കിട്ടും കേട്ടോ. സെമിനാർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സെമിനാർ നമ്മുടെ ഇവിടെ PG-യിൽ, അതായത് PG-ൽ കുറെ അധികം ചാപ്റ്റേഴ്സ് ഉണ്ട്. നമ്മുടെ PG ടോപ്പിക്കില്ലേ, മൊഡ്യൂൾ 4 and 5-ല് കുറെ ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇപ്പൊ ഞാൻ എടുക്കുന്ന ചാപ്റ്റർ ആണെങ്കിൽ ഞാനിപ്പോ നിങ്ങളോട് പറയും ഇതിന്റെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് സെമിനാർ കണ്ടക്ട് ചെയ്യാനായിട്ട് പറയും. അപ്പൊ ആർക്കാണ് ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ടോപ്പിക് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്റെ ക്ലാസ്സിൽ സെമിനാർ പ്രസന്റ് ചെയ്യാം. അങ്ങനെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് ഞാൻ തരും. ആ മാർക്കായിരിക്കും വൈവ സമയത്ത് എടുക്കുന്നത് അല്ലെങ്കിൽ ഇടുന്നത്. ഇനി സെപ്പറേറ്റ് ആയിട്ട് മിസ്സുമാര് നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പറയാം അശ്വതി മിസ്സിന്റെ ക്ലാസ്സിൽ സെമിനാർ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. അപ്പൊ ഞാൻ അവർക്ക് മാർക്ക് പ്രൊവൈഡ് ചെയ്യും, അങ്ങോട്ട് ഞാൻ പാസ് ചെയ്യും കേട്ടോ. അപ്പോ എല്ലാ PG-യിലും എല്ലാ PG ബാച്ചിലും നമ്മൾ സെമിനാർ കുട്ടികളെ കൊണ്ട് എടുപ്പിക്കാറുണ്ട്, കണ്ടക്ട് ചെയ്യിപ്പിക്കാറുണ്ട്. കാരണം ഡിപ്ലോമ ബാച്ച് കഴിഞ്ഞു വന്നിട്ടുള്ള അല്ലെങ്കിൽ അത് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ എത്രത്തോളമാണ് അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഷബീനയ്ക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ നമ്മള് റെക്കോർഡ്സുകൾ ഉണ്ടല്ലോ, 5 റെക്കോർഡ്സുകൾ, അത് അപ്പൊ സബ്മിറ്റ് ചെയ്യണ്ടേ? അത് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടില്ല. അത് വൈവ സമയത്ത് മതി, വൈവ സമയത്ത് ചോദിക്കും. വൈവ ഇപ്പോ കുറച്ചു പേരുടെ, ഒരു 5-6 പേരുടെ മാത്രമാണ് 12-ന്റെ നടന്നിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. PG ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു സമയമാകുമ്പോഴാണ് വൈവ ആ സമയമാവുന്നത്, വൈവ തുടങ്ങുന്നത് കേട്ടോ. അപ്പൊ വൈവ സമയത്ത് ചോദിക്കുമ്പോഴത് കാണിച്ചാൽ മതി ഫിനിഷ് ചെയ്തിട്ട്. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ, PG-യിൽ ആര് അഡ്മിൻ ഒന്ന് നമ്പർ പറയുകയാണെങ്കിൽ മെസ്സേജ് ചെയ്യാനായിരുന്നേ, ഗ്രൂപ്പ് അഡ്മിനെ. ആരായിരുന്നു? ഞാനായിരുന്നു, ശ്രുതി സുരേഷ്. നമ്പർ പറയോ? എടാ ഞാനേ മറ്റേ ഗ്രൂപ്പിൽ അതിൽ നിങ്ങളുടെ നമ്പേഴ്സ് ഒക്കെ ഉണ്ട്, ഞാൻ അത് ആഡ് ചെയ്തോളാം കേട്ടോ നോക്കിയിട്ട്. ഓക്കെ ആര്യ മിനു എന്നാണ് എന്റെ പേര്. ഓക്കെ ഞാൻ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ കുറെ നമ്പേഴ്സ് ഉണ്ട്, എനിക്ക് ടൈം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തോളാം കേട്ടോ. ഓക്കെ. മിസ് ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ആ റെക്കോർഡ്സ് കൂടാണ്ട് PG വേറെ റെക്കോർഡോ വേറെ ഏതെങ്കിലും വരുന്നുണ്ടോ? അതോ നമ്മൾ ഈ പറഞ്ഞ റെക്കോർഡ്സ് മാത്രമേ ഉള്ളൂ? ഇല്ല, പറഞ്ഞ റെക്കോർഡ് മാത്രമേ ഉള്ളൂ. PG-ക്ക് നമ്മൾ അഡീഷണൽ ആയിട്ട് വരുന്നത് സെമിനാർ ആണ്.
PG സ്റ്റുഡൻസ് ആണെങ്കിൽ സെമിനാർ ചെയ്യിപ്പിക്കും, അതിന് മാർക്ക് ഉണ്ട് കേട്ടോ. ഓ അപ്പൊ ആ റെക്കോർഡ്സും മെറ്റീരിയൽസും ഒക്കെ അതിൽ പറഞ്ഞ അത് തന്നെയുള്ളൂ, ഇത് കഴിയുമ്പോഴേക്കും ചെയ്യുന്ന അതുള്ളൂ അല്ലേ? അപ്പൊ വേറെ ഇതിന് സെപ്പറേറ്റ് ഇല്ലല്ലോ അല്ലെ? ഇല്ല 5 റെക്കോർഡാണുള്ളത്. അതിന്റെ ഡീറ്റെയിൽസ് ടിഷാമിസ് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട്, അത് തന്നെ ആ ചെയ്താൽ അതൊക്കെ മതി. ഉണ്ട്, അതാണ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നത്, കഴിഞ്ഞതുണ്ട് കഴിയാത്തുണ്ട്. അപ്പൊ ഇനി ഇതിന് സെപ്പറേറ്റ് ഉണ്ടോന്ന് ഇല്ലല്ലോ അല്ലെ? ഇല്ല ഇല്ല, ഇതിനകത്ത് സെമിനാർ ആണ്, PG സ്റ്റുഡൻസിന് സെമിനാർ ആണ് കേട്ടോ, പിന്നെ എക്സാം. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മാം ആ മാം വൈവ ഈ മന്തിലുണ്ടാവോ? വൈവ ഈ മന്ത് ഉണ്ടാവാനായിട്ട് ചാൻസ് ഇല്ല. നിങ്ങൾക്ക് 12ന്റെ കഴിഞ്ഞിട്ടില്ല, അത് കഴിഞ്ഞിട്ടേ 13ന്റെ ഉണ്ടാവുള്ളൂ മിക്കവാറും കേട്ടോ. ഞങ്ങളുടെ ടൈം എക്സാമോ 13ന്റെ? 13ന്റെ ടേം എക്സാം എനിക്ക് തോന്നുന്നു അടുത്ത മാസം ആദ്യ ആഴ്ചയോട് കൂടി ഉണ്ടാവാനാണ് സാധ്യത. താങ്ക് യു. കറക്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടില്ല, കൺഫേം അല്ല, ഞാൻ പറഞ്ഞതാണ്, ഉദ്ദേശം പറഞ്ഞതാണ്. എന്തായാലും നെക്സ്റ്റ് മന്ത് ആവുമ്പോ ഉണ്ടാവും. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇപ്പൊ ഞാൻ എടുക്കുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാല് യൂണിറ്റ് 3 ആണ് കേട്ടോ, മൊഡ്യൂൾ 4 യൂണിറ്റ് 3. ഇത് മൊഡ്യൂൾ 4 അല്ലെങ്കിൽ 5, ആ 2 മൊഡ്യൂളുകളിലായിട്ട് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ ചാപ്റ്റർ ആണിത്. ഒരു 60 പേജോളം ഉണ്ട്, അല്ലെങ്കിൽ ഒരു 60 എന്ന് പറയാൻ പറ്റില്ല, ഒരു 10-40 പേജോളം വരുന്ന ചാപ്റ്ററാണ്. വലിയ ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോ വലുതാണെന്ന് പറഞ്ഞ് പേടിക്കണ്ട, നമുക്ക് ഇതിനെ സിമ്പിൾ ആയിട്ട് അനലൈസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ PGയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാല് ഡിപ്ലോമയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയാ, സ്കൂളിന്റെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങള്, സ്കൂൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകാം, അവിടെ കുട്ടികൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, ടീച്ചേഴ്സിന്റെ റോൾ എന്താണ്, ഹെഡ് മാസ്റ്ററിന്റെ റോൾ എന്താണ്, അതുപോലെ തന്നെ സ്കൂൾ അതോറിറ്റീസ്, ഓക്കെ, അതായത് നമ്മുടെ എന്താ പറയാ ഗവൺമെന്റ് തലത്തിലുള്ള ആളുകള്, അതുപോലെ ഇൻസ്പെക്ഷന് വരുന്ന ആളുകള്, അവരുടെയൊക്കെ ഓരോ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. മെയിൻ ആയിട്ട് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റ്, ആ ഒരു രീതിയിലാണ് ഈ ചാപ്റ്ററുകൾ ഓരോന്നും പഠിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോ ചിലപ്പോ ആദ്യം കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നും, പക്ഷെ അങ്ങനെയല്ല, പഠിച്ചു വരുമ്പോൾ അത് ഓക്കെ ആയി പോയിക്കോളും കേട്ടോ. മനസ്സിലായി? അപ്പൊ ഞാനൊരു തുടക്കം പറഞ്ഞതാണ്, ഒരു ഇൻട്രൊഡക്ഷൻ എന്ന പോലെ പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് ആദ്യം എന്റെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം, അതായത് ആപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസിൽ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിന്റെ ആപ്ലിക്കേഷൻ, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യാൻ ഞാൻ എല്ലാ ക്ലാസ്സിലും ചെയ്യിപ്പിക്കുന്നതാണ്, ആദ്യം ആ ഇൻട്രൊഡക്ഷൻ ഒന്ന് റീഡ് ചെയ്യാം. റീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പൊ ഞാൻ പറഞ്ഞിട്ട് പേടിക്കൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തരാം. ഓക്കെ,
ഇൻട്രൊഡക്ഷൻ വായിച്ചിട്ട് എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് ആർക്കെങ്കിലും? മാം, എഡ്യൂക്കേഷൻ മാനേജ്മെന്റില് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസിന് എങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് സ്കൂൾ പ്ലാനിങ്ങിൽ എഫക്റ്റ് ആവും എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഫസ്റ്റ് പാരയിൽ എനിക്ക് അയച്ചപ്പോ തോന്നിയത് മാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഞാനത് വായിക്കാൻ വന്നു, അത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇൻട്രൊഡക്ഷൻ. School planning, different kinds of records of school discipline coordination are the administrative areas of school. These areas need educational management. Management of these things cannot without proper strategies, planning. Headmaster principal is the key or central power of any school. He is capable of all the activities in a school. We will discuss all these things in an identified manner. It is a prime need of a democracy that the heads of school are given an opportunity to have their due say in educational matters. They are not granted the freedom in dealing with these matters. They would not be able to make use of their initiative and would only be following the line of enforced by higher authorities. Therefore, when India has chosen the path of democracy, it becomes desirable that the school should be given some autonomy in regard to the selection of textbook and teaching methods. A democratic outlook should be brought to bear on the intramural management of the school, so that not only educationists, administrators and teachers, but the students as well as be held equally accountable for the administration of the school in balanced coordination established between their action and function. നമ്മള് ഈ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്ലോമയിൽ പഠിച്ച ഏതെങ്കിലും ഒന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഏതെങ്കിലും ഒന്ന് പഠിച്ച കാര്യങ്ങൾ ഡിപ്ലോമയിൽ പഠിച്ചിട്ടുള്ള? സ്കൂൾ മാനേജ്മെന്റ് ആണ്. അപ്പൊ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ 12-നായാലും 13-നായാലും മറ്റു ബാച്ചസിനൊക്കെ ഞാൻ സ്കൂൾ മാനേജ്മെന്റ് എടുക്കാറുണ്ട്. അപ്പൊ അവിടെ കണക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഇവിടെ നമുക്ക് ഹെൽപ്ഫുൾ ആകും. അപ്പൊ നമുക്ക് നോക്കാം എന്താ ഇവിടെ പറയുന്നത് അല്ലെ. അതായത് ഒരു സ്കൂള് പ്രവർത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് പറയുന്നത് കുറെ അധികം കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. ഒരു സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചില പോയിന്റ്സ് അല്ലെങ്കിൽ ചില എലമെന്റ്സ് നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അതിനകത്ത് ആദ്യം വരുന്നതാണ് സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയുമായി ബന്ധപ്പെട്ട് ആദ്യം വരുന്ന ഒരു പോയിന്റ് ആണ് സ്കൂൾ പ്ലാനിങ് അല്ലെ. ഒരു സ്കൂള് മുന്നോട്ട് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? സ്കൂൾ പ്ലാനിങ് ആവശ്യമാണ് അല്ലെ. തോന്നുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്കൂളിനെ പ്രവർത്തിപ്പിക്കാനായിട്ട് പറ്റില്ല. കറക്റ്റ് ആയിട്ട് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കണം അല്ലെ, വേണ്ടേ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്കൂള് മാത്രമല്ല ഏതൊരു സ്ഥാപനമാണെങ്കിലും പ്ലാനിങ് വേണം. പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ, അത് നമ്മുടെ വ്യക്തി, നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിയുടെ ജീവിതത്തിലായാൽ പോലും പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് നല്ല രീതിയിൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. അപ്പൊ ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും, അതായത് ഭാവിയിലെ വാഗ്ദാനങ്ങളെ വാർത്തെടുക്കുന്നതാണ് എന്ത് സ്കൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വ്യക്തമായിട്ട് ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് ആ സ്കൂളിൽ ചെയ്യേണ്ടത്, ഏതൊക്കെ സമയത്ത് ചെയ്യണം, ആർക്കൊക്കെയാണ് ജോലി അലോ ചെയ്ത് കൊടുക്കേണ്ടത് എന്നിങ്ങനെ വ്യക്തമായിട്ട് ഒരു പ്ലാനിങ് വേണം. അപ്പോ ഈ സ്കൂൾ പ്ലാനിങ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ വരുന്ന ഒരു എലമെന്റ് ആണ്. മനസ്സിലായോ? ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഓക്കെയാണ്. ദെൻ അതുപോലെ തന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റെക്കോർഡ്സ് ഇൻ സ്കൂൾ പഠിച്ചിട്ടുണ്ട്. സ്കൂൾ മാനേജ്മെന്റിലും ഓഫീസ് മാനേജ്മെന്റിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പലതരത്തിലുള്ള റെക്കോർഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്കൂളുകളിൽ കീപ്പ് ചെയ്യാറുണ്ട് അല്ലെ. എന്തൊക്കെ റെക്കോർഡുകളൊന്ന് ഓർത്തു നോക്കിയേ. എന്തൊക്കെ റെക്കോർഡുകളാണ് കീപ്പ് ചെയ്യാറുള്ളത് സ്കൂളില്?
സ്റ്റുഡൻറ് register, ടീച്ചേഴ്സ് റെക്കോർഡ്, ആ അറ്റൻഡൻസ് leave, രജിസ്റ്റർ അല്ലേ, ലീവ് അഡ്മിഷൻ റെക്കോർഡ്സ്, ലീവ് റെക്കോർഡ്സ് ഉണ്ട്. അങ്ങനെ കുറെ അധികം റെക്കോർഡുകൾ അവിടെ സൂക്ഷിക്കുന്നുണ്ട്, സ്കൂളിൽ സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റെക്കോർഡ്സ് ഇൻ സ്കൂൾ. ദെൻ മൂന്നാമത്തേതാണ് ഡിസിപ്ലിൻ അല്ലെ. ഡിസിപ്ലിൻ വേണ്ടേ സ്കൂളിൽ? അച്ചടക്കം വേണ്ടേ? തോന്നിയ പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, കുട്ടികളെയും ടീച്ചർമാരെയും ഒന്നും അഴിച്ചു വിടാനായിട്ട് പറ്റില്ല അല്ലെ. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. അതും സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ വരുന്നതാണ്. അപ്പോ ആദ്യത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ് എന്ന് പറയുന്നത്, സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ് എന്ന് പറയുന്നത് സ്കൂൾ പ്ലാനിംഗ് ഉണ്ട്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റെക്കോർഡ്സ് ഇൻ സ്കൂൾ ഉണ്ട്, ഡിസിപ്ലിൻ ഉണ്ട്. നാലാമത്തതാണ് കോർഡിനേഷൻ അല്ലെ. കോർഡിനേഷൻ വേണ്ടേ? സഹകരണ മനോഭാവം വേണ്ടേ? അപ്പൊ നിങ്ങള് ഇത്രയും പേര് ക്ലാസ്സിലുണ്ട്, നിങ്ങൾ PG ബാച്ച് ആണ് അല്ലെ, 5ാമത്തെ ബാച്ചാണ് PG. അപ്പൊ ഈ ബാച്ചിൽ എന്താണ് പ്രത്യേകത? അതായത് നിങ്ങൾ തമ്മിൽ, അതായത് പലതരത്തിലുള്ള ക്ലാസ്സുകളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് നിങ്ങൾ അല്ലെ. അപ്പൊ പരസ്പരം ഒരു കോർഡിനേഷൻ ഇല്ലെങ്കിൽ എന്ത് പറ്റില്ല, ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല. പരസ്പരം നിങ്ങൾ അന്യോന്യം കോർഡിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സഹകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമാണ് ഈ ബാച്ച് സക്സസ്ഫുൾ ആയിട്ട് പുറത്താവുള്ളൂ, അല്ലെങ്കിൽ നല്ലൊരു ഔട്ട്കം അതിൽ നിന്ന് കിട്ടുകയുള്ളൂ അല്ലെ. അപ്പോ കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ ഒരു സ്ഥാപനത്തിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കൂ. ഈ കോർഡിനേഷൻ എന്ന് പറയുന്നത് ടീച്ചേഴ്സും കുട്ടികളും തമ്മിലാവാം. നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, പരസ്പരം അന്യോന്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ടീച്ചർമാരും കുട്ടികളും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാം, അതുപോലെ തന്നെ അവർ തമ്മിൽ കോർഡിനേഷൻ ഉണ്ടാകാം. അതുപോലെ തന്നെ മാനേജ്മെന്റും ടീച്ചേഴ്സും തമ്മിൽ കോർഡിനേഷൻ ഉണ്ടാകാം. അങ്ങനെ പല ആളുകളും തമ്മിൽ എന്ത് ചെയ്യാം, കോർഡിനേറ്റ് ചെയ്യാം. അപ്പൊ കോർഡിനേഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്കൂള് മുന്നോട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഈ പാരഗ്രാഫിൽ പറയുന്ന ഇത്രയും കാര്യങ്ങളാണ് ഒരു സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ. ഏതൊക്കെയാണ്? സ്കൂൾ പ്ലാനിംഗ്, റെക്കോർഡ്, ഡിസിപ്ലിൻ, കോർഡിനേഷൻ. ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? ഓക്കെ ആണെങ്കിൽ തമ്പ് ചെയ്യുക കേട്ടോ. ഓക്കെയാണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസിന് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് മീൻസ് വിദ്യാഭ്യാസ മാനേജ്മെന്റ് എന്നാണ് അതിന്റെ മലയാളം വരുന്നത്. അതായത് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അല്ലെങ്കിൽ ഒരു സ്കൂളിന്റെ ലക്ഷ്യങ്ങൾ, ഗോൾസ് എഫക്റ്റീവ് ആയിട്ടും അതുപോലെ തന്നെ വളരെ ഫലപ്രദമായിട്ടും കൈവരിക്കുന്നതിനായി എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ നൽകുന്നതിനെയാണ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഒന്നും കൂടി പറയാം. എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട്, ഇപ്പൊ നമ്മൾ സ്കൂൾ പ്ലാനിംഗ് പറഞ്ഞു, അതുപോലെ തന്നെ റെക്കോർഡ് കീപ്പിംഗ് പറഞ്ഞു, അതുപോലെ കോർഡിനേഷൻ പറഞ്ഞു, ഡിസിപ്ലിൻ പറഞ്ഞു അല്ലെ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താവശ്യമാണ്? എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആവശ്യമാണ്. എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് ഒരു സ്കൂളിന്റെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആൻഡ് കോർഡിനേഷനെയാണ് എന്ത് പറയുന്നത്? എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചാൽ മാത്രം പോരാ, അത് നടപ്പിലാക്കാനായിട്ട് ആര് വേണം? ആളുകൾ വേണം, റിസോഴ്സസ് വേണം അല്ലെ. സ്കൂൾ പ്ലാനിംഗ് ഉണ്ട്, സ്കൂൾ പ്ലാനിംഗ് ഇന്നതാണ് എന്ന് എഴുതി വെച്ചാൽ മാത്രം അത് നടപ്പിലാവോ? നടപ്പിലാക്കാനായിട്ട് എന്ത് വേണം? അവിടെ സൗകര്യങ്ങൾ വേണം, ആളുകൾ വേണ്ടേ? ഹ്യൂമൻ റിസോഴ്സസ് എന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? ഇപ്പൊ സ്കൂൾ പ്ലാനിംഗ്, ഫോർ എക്സാമ്പിൾ സ്കൂൾ പ്ലാനിങ്, അതിനകത്ത് കുട്ടികളുടേതായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, ടീച്ചേഴ്സിന്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വിചാരിക്കുക. പക്ഷെ എഴുതി വെച്ചാൽ മാത്രം പോരാ, പഠിപ്പിക്കാനായിട്ട് ടീച്ചർമാര് വേണം, പഠിക്കാനായിട്ട് കുട്ടികൾ വേണം, ഒരാള് സൂപ്പർവിഷൻ കൊടുക്കാൻ വേണം, ഹെഡ് മാസ്റ്റർ വേണം അല്ലെ. പിന്നെ അതുപോലെ തന്നെ റിസോഴ്സസ് ആവശ്യമാണ് അല്ലെ. വെറുതെ ടീച്ചറും കുട്ടികളും തമ്മിൽ സംസാരിച്ചുകൊണ്ട് മാത്രം എന്താവില്ല, അത് പഠനമാവില്ല. ഒരു ക്ലാസ് മുറി സജ്ജീകരിക്കാനായിട്ട് ബ്ലാക്ക് ബോർഡ് വേണം, ബെഞ്ച് വേണം, ഡെസ്ക് വേണം ഇല്ലേ. ഇതൊക്കെയാണ് എന്ത്? റിസോഴ്സസ് എന്ന് പറയുന്നത്.
അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ എന്തു പറയാം? എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ പ്ലാനിങ് ഉണ്ടായാൽ മാത്രം പോരാ, അത് നടപ്പിലാക്കുന്നതിനും അത് മേൽനോട്ടം വഹിക്കുന്നതിനുമുള്ള ആളുകൾ എവിടെ ഉണ്ടായിരിക്കണം? സ്കൂളിൽ ഉണ്ടായിരിക്കണം. ഇതിനെ നമുക്ക് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആയിട്ട് പരിഗണിക്കാം. അപ്പൊ ഈ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിൽ കുറെ അധികം കാര്യങ്ങൾ വരുന്നുണ്ട്. റിസോഴ്സസ് വരുന്നുണ്ട്, ഹ്യൂമൻസ് അതായത് ആളുകൾ വരുന്നുണ്ട്, അതുപോലെ വിഭവങ്ങൾ അതായത് ബെഞ്ച്, ഡെസ്ക്, ഇങ്ങനെയുള്ള കുറെ അധികം സാധനങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് അതോറിറ്റീസിൽ നിന്നുള്ള അവര് വരുന്നുണ്ട്, റെപ്രസെന്റേറ്റീവ്സ് വരുന്നുണ്ട്, പൊളിറ്റീഷ്യൻസ് വരുന്നുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ആളുകളുടെയും സഹായം കൊണ്ടാണ് എന്ത് പ്രവർത്തിക്കുന്നേ? ഒരു സ്കൂള് പ്രവർത്തിക്കുന്നത്. ഒരു സ്കൂളിന് ഒറ്റയ്ക്ക് ഒരിക്കലും പ്രവർത്തിക്കാൻ, ഒരാള് മാത്രം വിചാരിച്ചുകൊണ്ട് ഒരു സ്കൂള് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റുമോ? ഒരു സ്കൂള് പ്രവർത്തിക്കണമെങ്കിൽ എന്തിന്റെയൊക്കെ ഇടപെടലുകൾ ഉണ്ടാകാം? എന്തിന്റെയൊക്കെ ഇടപെടൽ? ആരൊക്കെയാണ് അവിടെ ഉള്ളത്? നമ്മൾ ഓർത്ത് നോക്കി, ഒരു സ്കൂളിൽ ആരൊക്കെയാണ് ബേസിക് ആയിട്ടുള്ളത്? കുട്ടികളില്ലേ? കുട്ടികളുണ്ട്, ടീച്ചേഴ്സ്, മാനേജ്മെന്റ്, അത് കൂടാണ്ട് പിന്നെ പുറത്ത് സാമൂഹികപരമായ ആളുകളായി അത് സോഷ്യൽ വർക്കേഴ്സ്. സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് എന്ത്? എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്കൂളിന്റെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകള് നയിക്കുന്ന ഇൻസ്ട്രക്ഷൻസും സൂപ്പർവിഷനുമാണ് ഇത് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്. ഇപ്പൊ ഏകദേശം ഒരു ധാരണ പിടികിട്ടിയോ എല്ലാവർക്കും? എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, എന്താണ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്? ഷബീനയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? അടുത്ത നമുക്ക് നോക്കാം എന്താണ് പറയുന്നതെന്ന്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ പറഞ്ഞു, എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് പറഞ്ഞു. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വീണ്ടും തരുന്നത് നിങ്ങൾക്ക് ആദ്യം ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇതൊന്ന് പരിചയപ്പെടുന്നത് കൊണ്ടാണ് കേട്ടോ ഇത്രയും അധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ റിപ്പീറ്റ് വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ശരിയായിട്ടുള്ള, അതായത് ഒരു സ്കൂളിൽ പ്രവർത്തിക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള സ്ട്രാറ്റജിക് പ്ലാനിങ്, അതായത് നല്ല രീതിയിലുള്ള തന്ത്രങ്ങളും ആസൂത്രണവും ഇല്ലാതെ നമ്മൾക്കൊരു സ്കൂള് പ്രവർത്തിപ്പിക്കാനായിട്ട് കഴിയില്ല. എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്തത് കൊണ്ട് മാത്രമേ ഒരു സ്കൂളിനെ നമുക്ക് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോ അതിന്റെ അമരക്കാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിയുണ്ട് സ്കൂളിന്റെ. ആരായിരിക്കും അമരക്കാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത്? അല്ലെ? ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ആണ് ഏതൊരു സ്കൂളിന്റെയും പ്രധാന അധികാരിയായിട്ട് വരുന്നത്. അവരുടെ കൺട്രോളിലാണ് എന്തിരിക്കുന്നത്? ആ സ്കൂളിന്റെ മൊത്തം പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അവരറിയാതെ ഒരു ഈച്ച പോലും അവിടെ അനങ്ങില്ല കേട്ടോ. അപ്പൊ എല്ലാ കാര്യങ്ങളും ആര് ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആര് സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്? ഹെഡ് മാസ്റ്റർ ആണ് സൂപ്പർവൈസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്താനുള്ള ഒരു കഴിവുണ്ടായിരിക്കും. എല്ലാത്തരം കാര്യങ്ങളും അവർ ചെക്ക് ചെയ്യാറുണ്ട്, എല്ലാവരെയും ശ്രദ്ധിക്കും. ഞാൻ സ്കൂൾ മാനേജ്മെന്റ് ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ടീച്ചേഴ്സിനെ ചെക്ക് ചെയ്യാറുണ്ട്, സ്റ്റുഡൻസിനെ ചെക്ക് ചെയ്യാറുണ്ട്, ഡിസിപ്ലിൻ ചെക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു പ്രത്യേകമായിട്ട് നോക്കാനുള്ള ഒരു കഴിവ് ഈ ഒരു വ്യക്തിക്ക് ഉള്ളതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നത്, നമ്മുടെ ഇന്ത്യയിൽ, അതായത് പ്രത്യേകിച്ച് ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്സിൽ, അതായത് ജനാധിപത്യ രാജ്യങ്ങളില് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവസരം കൊടുക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ അവസരം കൊടുത്തെങ്കിൽ മാത്രമാണ് അവിടെയുള്ള ഓരോ വ്യക്തികളും വിചാരിക്കുന്ന രീതിയിൽ ആ സ്കൂളിനെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു മീറ്റിംഗ് വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കാം. അതായത് ആ മീറ്റിംഗിൽ മാനേജ്മെന്റിന്റെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്, PTA നിന്നുള്ള ആളുകളുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, സ്റ്റുഡൻസിന്റെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്, ഗവൺമെന്റ് ഏജൻസികളിൽ നിന്നുള്ള വ്യക്തികളുണ്ട്. ഇവിടെ ഇക്കൂട്ടർക്ക് എല്ലാവർക്കും ഒരേപോലെ അഭിപ്രായം പറയാൻ സാധിച്ചെങ്കിൽ മാത്രമാണ് ആ സ്കൂള് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനായിട്ട് പറ്റും. ആണോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? അങ്ങനെയാണോ?
ഏതെങ്കിലും ഒരു വ്യക്തി മാത്രം പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇപ്പൊ മാനേജ്മെന്റിന്റെ റെപ്രസെന്റേറ്റീവ്സ് പറഞ്ഞു, ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നില്ല. PTA അതായത് പാരന്റ്സിൽ നിന്നുള്ള ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നില്ല. സ്റ്റുഡൻസിന്റെ അവര് ചെറുതാണെങ്കിൽ പോലും അവരുടെ അഭിപ്രായം ചിലപ്പോ വലുതായിരിക്കാം, അത് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നില്ല. അപ്പൊ ഇതൊന്നും എന്താണ്, ചില സ്കൂളുകളിലൊന്നും ഇതൊന്നും നടപ്പിലാക്കുന്നില്ല. പക്ഷെ ഇത്തരത്തില് എല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യം നൽകി അവസരം നൽകിയാൽ മാത്രമാണ് ആ സ്കൂള് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. ഓക്കെ, നല്ലൊരു സ്കൂളാണെന്ന് അതിനൊരു എന്താ പറയാ ഒരു പ്രശസ്തി ഉണ്ടാവുക. അപ്പൊ ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള അവസരം ടീച്ചർ ആണെങ്കിൽ കൂടിയും തുറന്നു പറയാനായിട്ട് എല്ലാവർക്കും അവസരം ഒരുക്കുക എന്നുള്ളത് ജനാധിപത്യ രാജ്യത്തിലെ നിർബന്ധമാണ്. അപ്പൊ ഇത്തരത്തില് ഡെമോക്രാറ്റിക് കൺട്രീസില് ഇത്തരത്തില് നമ്മൾക്ക് അവകാശങ്ങൾ, അതായത് പറയാനുള്ള അവകാശങ്ങൾ കിട്ടുന്നതിലൂടെ, നമുക്ക് സംസാരിക്കാനുള്ള അവകാശം കിട്ടുന്നതിലൂടെ കുറേയധികം രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോ കരിക്കുലം അല്ലെ, പാഠ്യപദ്ധതിയില് ഇപ്പൊ ടീച്ചേഴ്സിന്റേതായിട്ടുള്ള അഭിപ്രായം. റസ്മിന, ഞാൻ അത് ഒരു കാര്യം പറയട്ടെ. ഒരു സ്കൂളിന്റെ ഒരു കാര്യമാണ്. ഒരു സ്കൂളിൽ നിന്ന് ഈ അടുത്തായിട്ട് ടൂറ് പോയി. സ്കൂളിൽ നിന്ന് മാനേജ്മെന്റ് സ്കൂളാണ്, മാനേജ്മെന്റ് CBSE സ്കൂളാണ്. ഭയങ്കര ഫീസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്കൂളാണ്. അപ്പൊ അവിടുന്ന് ടൂറ് പോയി. ടൂറിന്റെ പാക്കേജ് എന്ന് പറയുന്നത് ഒരു ദിവസം വൺ ഡേ അവിടെ സ്റ്റേ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടൂർ അവര് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 6,000 അവര് പറഞ്ഞ് പൈസ. അപ്പൊ അത് അത്ര ഭയങ്കര കൂടുതലാന്നുള്ള രീതിയിൽ മുന്നേ പോയ ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, ഇത്ര അധികം പൈസ വേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഒരു 4-5 പാരന്റ്സ് എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു. അപ്പോ പക്ഷെ അവർ അതിനൊരു യാതൊരു മാറ്റവും വരുത്തിയില്ല. അവർ ആ ടൂറ് പോയി. കൂടാതെ ആ പോകാത്ത കുട്ടികൾക്ക് പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ സാറ്റർഡേ അവര് ക്ലാസ് വെച്ചു. അപ്പോ എന്നിട്ട് അവരോട് പറയുകയും ചെയ്തു, ഇത് നിങ്ങള് പോകാത്തതിന്റെ പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ. അപ്പൊ ആ സ്കൂൾ അതൊരു ശരിയായ രീതിയാണോ? ഞാൻ അറിഞ്ഞ സംഭവമാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചതാണ്. ഇതൊരു ശരിയായ രീതിയാണോ? ഇത് അതായത് ഒരു മുതലാളിത്തപരമായിട്ടുള്ള ഒരു ഇടപെടൽ പോലെ തോന്നി. കാരണം അവർ പറഞ്ഞത് എന്താണോ അതനുസരിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു രീതിയിലേക്ക് അത് മാറിപ്പോയതുപോലെ തോന്നി. ശരിയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അപ്പോ നമ്മൾക്ക് എന്തും തുറന്നു പറയാനും തുറന്നു പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഭൂരിഭാഗം സ്കൂളുകളിലും അങ്ങനെ നടക്കുന്നില്ല. അതാണ് സത്യം, പരമമായിട്ടുള്ള യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്. ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ റസ്മിന പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അവർ ആർക്കും കൊടുക്കുന്നില്ല. ഓക്കെ, ഓരോരുത്തരുടെ ഇഷ്ടം, അവരവരുടെ ഇഷ്ടം നടപ്പിലാക്കാനും പറ്റില്ല. കുറേയധികം ആളുകളെ നമ്മൾ ഓച്ചാനിച്ച് നിൽക്കണം എന്ന് പറയും അല്ലെ? അങ്ങനെയാണ് കറക്റ്റ് മലയാളം വേർഡ് പറയാ, ഓച്ചാനിച്ച് നിൽക്കുക. അതായത് അപ്പൊ ഇങ്ങനെ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഇയർ ആകുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഈ പണിഷ്മെന്റ് കിട്ടുമല്ലോ എന്നുള്ള രീതിയിലെങ്കിലും ടൂറ് പോവാൻ വേണ്ടി അവർ നിൽക്കും. അപ്പൊ അത്രത്തോളം മോശമായ സംഭവം. അതായത് ഒരു ടൂർ എന്നൊക്കെ പറയുമ്പോൾ ഒരു പാരന്റ്സിന് തീരുമാനം എടുക്കാൻ പറ്റിയ ഒരു സംഭവമല്ലേ. ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും അവർ എഡ്യൂക്കേഷന്റെ ഇതിലൊന്നും അവർക്ക് കൈകടത്താൻ പറ്റൂലെങ്കിലും ടൂർ എന്നൊരു പാരന്റ്സിന് എന്തുകൊണ്ടും അഭിപ്രായം പറയാൻ പറ്റിയ ഒരു ഏരിയ ആണ്. അവിടെ പോലും സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു ശരിയായ രീതിയല്ലല്ലോ. നമ്മൾ പൈസ കൊടുത്തല്ലേ മാനേജ്മെന്റ് സ്കൂളുകളിൽ കുട്ടികളെ വിടുന്നത്. അപ്പോ എന്നിട്ട് അവര് പറയുന്നത് വേണം നമ്മൾ കേട്ട് നിൽക്കാം, അല്ലേ? അതെ, ശരിയാണ് പറഞ്ഞത് ഷബീന. അതായത് ആ മാനേജ്മെന്റ് പറയുന്ന കാര്യം അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാന്നുള്ളതാണ്. അതിപ്പോ അവിടെയുള്ള ഹെഡ് മാസ്റ്റർ ആയാലും അവര് പറയുന്ന കാര്യം അനുസരിക്കുള്ളൂ അല്ലെ? അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പാരന്റ്സിൽ നിന്നുള്ള കാര്യമാണ് അവർ കേൾക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികളിൽ നിന്നുള്ള അഭിപ്രായങ്ങളാണ് അവർ കേൾക്കുന്നത്? ഒരിക്കലും അല്ല. മാനേജ്മെന്റ് എന്താണോ പറയുന്നത് അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നതാണ് എന്ത് ഹെഡ് മാസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മുടെ കരിക്കുലം, അതായത് ടെക്സ്റ്റ് ബുക്കുകൾ ക്രിയേറ്റ് ചെയ്യുക, അതായത് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ അച്ചടിക്കുമല്ലോ, അതിന്റെ ഇതുണ്ടാവുമല്ലോ, എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ വിഷയങ്ങളാണ്, എന്തൊക്കെ ടോപ്പിക്കുകളാണ് ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തേണ്ടത്,
അല്ലെങ്കിൽ കരിക്കുലം എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ടീച്ചേഴ്സിന്റെ അഭിപ്രായം ചോദിക്കാം. പക്ഷെ അത് ചെയ്യാറില്ല. പർട്ടിക്കുലർ വ്യക്തികളിൽ മാത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീതിച്ചു കൊടുക്കുന്നു. ഓക്കെ, അതായത് ചില അധികാരമുള്ള ആളുകൾക്ക് മാത്രമാണ് ടെക്സ്റ്റ് ബുക്കുകൾ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ കരിക്കുലം സെറ്റ് ചെയ്യാനുള്ള അവകാശങ്ങൾ കൊടുക്കുന്നത്. മറ്റ് ടീച്ചേഴ്സിന്റെയോ അല്ലെങ്കിൽ മറ്റാളുകളുടെയോ ഒന്നും അഭിപ്രായം അതിനകത്ത് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അവര് അറിയുന്നില്ല അത്. ഓക്കെ, ഇപ്പൊ പുതിയ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഇറങ്ങുന്ന സമയത്തായിരിക്കും ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും, നമ്മൾ ഇതുവരെ കേൾക്കാത്ത, ചിലപ്പോൾ നമ്മൾക്ക് മോട്ടിവേഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഇത് നമ്മുടെ അഭിപ്രായം അല്ലെങ്കിൽ കൂടുതൽ ആളുകളുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്, ആണോ? അവര് കുറച്ചുപേരെ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവര് കുറച്ചുപേരെ മുമ്പേ തന്നെ ചൂസ് ചെയ്ത് വെക്കും. അവരാണ് എന്ത് ചെയ്യുന്നത്, ഇത് തീരുമാനിക്കുന്നത്, എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്. പക്ഷെ ഇത് സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചെങ്കിലും ഓട്ടോണമി അല്ലെങ്കിൽ ഓട്ടോണമസ് അല്ലെങ്കിൽ സ്വയം ഭരണാധികാരം ഇതിനകത്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. കാരണം അവരാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അവർക്ക് അറിയാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിക്കാത്തത് എന്തൊക്കെയാണ്, ഇതൊക്കെ അവർക്ക് വേർതിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോ ടീച്ചേഴ്സിന്റെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ആരായുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് നമ്മുടെ രാജ്യത്ത് ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഒരു സ്കൂളിന്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അവിടെ മാനേജ്മെന്റ് ഉണ്ട്, ടീച്ചർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ സ്റ്റുഡൻസിന്റെ പാർട്ടിസിപ്പേഷനും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ 100% ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ശരിയാണോ? ശരിയാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ? കുട്ടികളെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാണ്, അടിച്ചേൽപ്പിക്കാറല്ലേ പതിവ്. നീ അത് ചെയ്യണം, അല്ലെങ്കിൽ നീ ഇത് ചെയ്യണം, നീ അത് ചെയ്തേ മതിയാവും. കുട്ടികളുടെ അഭിപ്രായം ചോദിക്കാറുണ്ടോ അവിടെ? ഇല്ല. അവൻ എന്താണ് പറയാനുള്ളത്, അല്ലെ? അവൻ എന്താണ് അതിൽ പറയാനുള്ളത്? എന്തെങ്കിലും എതിർപ്പുണ്ടോ, അല്ലെങ്കിൽ അവന് അവന്റേതായിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? അതൊന്നും ചോദിക്കുന്നില്ല. മറിച്ച് നമ്മുടെ അഭിപ്രായങ്ങള് അവരിൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ എന്ത് കിട്ടില്ല, 100% ഔട്ട്പുട്ട് കിട്ടില്ല. നല്ല രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട്, അത് നമ്മുടെ മക്കളിൽ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. നമ്മുടെ മക്കളിൽ നമ്മൾ ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാറുണ്ട്, അല്ലെ? നീ അത് ചെയ്യ്, ഇത് ചെയ്യ, അല്ലെങ്കിൽ നീ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. പക്ഷെ അവരോട് നമ്മൾ അഭിപ്രായം ചോദിക്കില്ല. നമ്മളുടെ ശരി എന്താണോ അതാണ് അവർ അടിച്ചേൽപ്പിക്കുന്നത്. അപ്പോ നമ്മൾ ഉദ്ദേശിച്ച കാര്യം അവർക്ക് 100% വിജയത്തിൽ എത്തിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോഴും എന്ത് ചെയ്യും, അവരോട് തന്നെയായിരിക്കും നമ്മൾ വഴക്കിടുന്നത്, അല്ലെ? നീ ഇത് ചെയ്തിട്ടല്ലേ അങ്ങനെ ആയി പോയത് എന്ന് പറഞ്ഞ ഇങ്ങനെ കുറ്റപ്പെടുത്തലുകളാണ് ഉണ്ടാവുക, അല്ലെ? അപ്പൊ അതിന് പകരം അവരുടെയും കൂടി അഭിപ്രായം ചോദിക്കുക. അതിപ്പോ നമ്മുടെ ജീവിതത്തിലായാലും ഇപ്പൊ സ്കൂളിലായാലും ഇപ്പൊ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ കൂടിയും കുട്ടികളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് അതും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാല് 100% സക്സസ്ഫുൾ ആയിട്ട് അവരെ മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? എല്ലാവർക്കും ഓക്കെ ആണ്? ഇനി അടുത്ത പാരാഗ്രാഫ് വായിക്കും കൂടി ചെയ്താൽ കുറച്ചും കൂടി ഓക്കെ ആവും. മിസ് പറഞ്ഞത് വെച്ചിട്ട് ജസ്റ്റ് ഒന്നും കൂടി വായിച്ചാൽ കുറച്ചും കൂടി ഓക്കെ ആവും. വായിച്ചു നോക്കൂ കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് എടുക്കുന്ന ഒരു ടോപ്പിക് ആയിട്ടാണ് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നേ. പ്രശ്നമില്ല, വായിച്ചു കഴിഞ്ഞാൽ മതി. പിന്നെ ഓക്കെ ആയിക്കോളൂ. ആദ്യത്തെ ഒരാഴ്ച ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ ഏരിയാസ് ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. അതൊന്ന് നിങ്ങൾ റീഡ് ചെയ്യൂ കേട്ടോ. അത് ഓരോ പോയിന്റുകളായിട്ടൊന്ന് റീഡ് ചെയ്യാം കേട്ടോ. പ്രൊഡക്ഷൻ ഉണ്ട്, അഷ്വറിംഗ് പബ്ലിക് യൂസ്, ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ഉണ്ട്, പേഴ്സണൽ ഉണ്ട്, കോർഡിനേഷൻ ഉണ്ട്. 5 പോയിന്റ് ഉണ്ട്. അത് മുഴുവനായിട്ട് റീഡ് ചെയ്യാം.
പിന്നെ ഇത് പറയുന്നതിന് മുമ്പായിട്ട് വായിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം, ഏതൊക്കെ ആളുകൾ അടങ്ങിയതാണ് ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം എന്ന് പറയുന്നത്? ഏതൊക്കെ വ്യക്തികളുണ്ട് എന്ന് പറഞ്ഞത് മനസ്സിലായതിൽ നിന്ന് പറയാം. Children, teachers, management, Mm. parents, then government authorities, headmaster. അഡ്മിനിസ്ട്രേറ്റർ. സ്റ്റുഡൻസ്. സ്റ്റുഡൻസ് ഉണ്ട്. സ്റ്റുഡൻസ് ഉണ്ട്, ഒന്നുകൂടി ശ്രദ്ധിക്കുക കേട്ടോ. സ്റ്റുഡൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫുകൾ ഉണ്ട്, പിന്നെ ഹെഡ് മാസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉണ്ട്, പിന്നെ ഗവൺമെന്റ് ഉണ്ട്, യൂണിയൻ ഉണ്ട് കേട്ടോ. യൂണിയൻ കേട്ടിട്ടില്ലേ? ടീച്ചേഴ്സ് യൂണിയൻ, സ്റ്റുഡൻസ് യൂണിയൻ. ഓക്കെ, അതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെയാണ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ബോർഡ്സ്, പല തരത്തിലുള്ള ബോർഡുകൾ ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്കൂൾ ഏജൻസീസ് ഉണ്ട്, പലതരത്തിലുള്ള ഏജൻസികൾ ഉണ്ട്. ഓക്കെ, നോൺ ഗവൺമെന്റൽ ഏജൻസികൾ ഉണ്ട്. അപ്പോ ഇതൊക്കെ അടങ്ങുന്നതാണ് എന്ത്, ഈ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതൊന്ന് മനസ്സിൽ ഇരിക്കണം കേട്ടോ, ഞാൻ പറഞ്ഞ കാര്യം. ഓക്കെ, ഇനി വായിച്ചോളൂ. മാം, ഈ ഓഡ്വേറ്റഡ് എന്ന് പറയുന്നത് ഒരാളെ നെയിം ആണോ? അതെ, ഓഡ്വേറ്റഡ് നെയിം ആണ് കേട്ടോ. അദ്ദേഹം നമ്മുടെ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനെ 5 ആയിട്ട് തിരിച്ചിരിക്കുന്നതാണ്, 5 പോയിന്റുകൾ കേട്ടോ.
ഓക്കെ. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ. അപ്പോ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. അടുത്ത ക്ലാസ്സിൽ എത്ര പേര് സെമിനാർ പ്രസന്റ് ചെയ്യുന്നുണ്ട്? അതൊന്ന് തമ്പ് ചെയ്യാമോ ചെയ്യുന്നുണ്ടെങ്കിൽ? ഓക്കെ. ടോപ്പിക്ക് തരട്ടെ എന്നാ? ടോപ്പിക്ക് തരട്ടെ? Yes, ma'am. ഫസ്റ്റ് സ്കോപ്പ് ഓഫ് ആസ്പെക്ട്സ് ആരാ ചെയ്യാം? അതിൽ ലീഗൽ സ്ട്രക്ചർ വരുന്നുണ്ട്, പ്യൂപ്പിൾസ് വരുന്നുണ്ട്, പേഴ്സണൽ വരുന്നുണ്ട്. അത് സിമ്പിൾ ആണ് കേട്ടോ, വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. പറഞ്ഞേ മാം അതിന്റെ ഹെഡ് ടോപ്പിക്. സ്കോപ്പ് ഓഫ് ആസ്പെക്ട്സ്, സ്കോപ്പ് ഓഫ് ആസ്പെക്ട്സ്. അതിൽ സബ് പോയിന്റുകൾ വരുന്നുണ്ട്. ലീഗൽ സ്ട്രക്ചർ, പ്യൂപ്പിൾസ്, പേഴ്സണൽ, കുറച്ചുള്ളൂ. ഫിനാൻസ് വരുന്നുണ്ട്, കരിക്കുലം വരുന്നുണ്ട്, ഫിസിക്കൽ ഫെസിലിറ്റീസ് വരുന്നുണ്ട്, പബ്ലിക് റിലേഷൻ വരുന്നുണ്ട്. ആരാണ് ചെയ്യുക? മാം ഞാൻ ചെയ്യാം. ശ്രുതി സുരേഷ് ചെയ്യോ അല്ലെ? അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവുമല്ലോ അല്ലെ? എന്റെ ക്ലാസ്സിൽ ഞാനും ചെയ്യാം മാം. ഒരാൾ ചെയ്താൽ മതി. ലവ്ലിക്ക് വേണമെങ്കിൽ ലവ്ലി ചേച്ചി ചെയ്തോ? ലവ്ലി ചേച്ചി ചെയ്തോട്ടാ. ഇല്ല ശ്രുതി ചെയ്തോ. എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ശ്രുതി ചെയ്യില്ലേ? യെസ് മാം ചെയ്തോളാം. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക് മെയിൻ്റെനൻസ് ഓഫ് ഡിസിപ്ലിൻ ആണ്. അത് ലവ്ലി ചെയ്യാമോ? മെയിൻ്റെനൻസ് ഓഫ് ഡിസിപ്ലിൻ. ഓക്കെ മാം. ഓക്കെ. നെക്സ്റ്റ് വൺ മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിൻ ആണ്. ആരാ ചെയ്യാം? ഞാൻ ചെയ്യാം. ആതിര. ഒന്നുകൂടി പറയാമോ? ഞാൻ കേൾക്കാൻ പറ്റി. ആതിരയാണോ? അല്ല, ഷബീനയാണ്. സെമിനാറിന്റെ കാര്യം. സെമിനാർ ടോപ്പിക് അടുത്ത ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുന്നവർ ആരൊക്കെയാണെന്നാ ചോദിച്ചത്. സെമിനാർ എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാ ഇപ്പൊ ചെയ്യണ്ട പറഞ്ഞേക്കണം സെമിനാർ? ഞാൻ ടോപ്പിക് തരുവാണ്, ടോപ്പിക് കൊടുക്കുകയാണ് ഓരോരുത്തർക്ക്. ഓക്കെ മിസ്. ഓക്കെ ഓക്കെ. ഞാൻ കേൾക്കാൻ പറ്റിയില്ലേ, കുഞ്ഞ് കരഞ്ഞത് കാരണം. ഓക്കെ ഓക്കെ. മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിൻ ആതിര ചെയ്യും അല്ലെ? ഓക്കെ. ഡിസിപ്ലിൻ ഇൻ സ്കൂൾ ഷബീന ചെയ്യാമോ? അസീന ചെയ്യും. ഡിസിപ്ലിൻ ഇൻ സ്കൂൾ. ഓക്കെ ഓക്കെ, അത് മതി, അത്രയും മതി കേട്ടോ. അപ്പൊ 4 പേര് ശ്രുതി ഉണ്ട്, ലൗലി, ആതിര, അസീന. ഈ 4 പേര് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചൊവ്വാഴ്ച സെമിനാർ പ്രിപ്പയർ ചെയ്തു വരിക കേട്ടോ. ഓക്കെ. ഇൻ സ്കൂൾ അല്ലേ? അതെ അതെ, ഡിസിപ്ലിൻ ഇൻ സ്കൂൾ. അപ്പൊ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ്, മറ്റുള്ളവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യണം. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് പോലെ ചെയ്താൽ മതി. ഇനി എന്തെങ്കിലും പോയിന്റുകൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് പറഞ്ഞു വന്ന കാര്യം നോക്കാം. ഓഡ്ബെറ്റഡ്, അതായത് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ കേട്ടോ, ഏരിയാസ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. Orbitted has laid down the scope of general administration under 5 areas: production, assuring, public use, finance and accounting, personal and coordination. Applying these 5 areas to the field of education, we get the following scope of educational administration. Orbitted എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ തിയറിസ്റ്റ് ആണ്. അദ്ദേഹം അഡ്മിനിസ്ട്രേഷനെ 5 ഏരിയകളിലായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഓക്കെ, 5 ഏരിയ. അതിനകത്ത് 1 പറയുന്നത് പ്രൊഡക്ഷൻ ആണ്, 2 പറയുന്നത് അഷ്വറിംഗ് പബ്ലിക് യൂസ് ആണ്, 3 ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ആണ്,
4 പേഴ്സണൽ ആണ്, 5ാമത്തത് കോർഡിനേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അത് കുറച്ചും കൂടി ബെറ്റർ ആണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അപ്പൊ നമുക്ക് എന്താണ് പ്രൊഡക്ഷൻ എന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ആണ് പറയുന്നത് പ്രൊഡക്ഷൻ. It refers to the social activity of work for which an organization is set up. In education, it means realization of the goals of education which have been set up by society. Education administration has therefore to portray the aims of education to the educational workers so that they may scope the final product of education, the achievement of the pupils in the desired form and shape. എന്താണ്? അതായത് ഈ പ്രൊഡക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടുന്നതിനുള്ള പ്രവർത്തനങ്ങളെയാണ്. ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടുന്നതിനുള്ള പ്രവർത്തനങ്ങളെയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു സ്കൂൾ എന്ന് പറയുമ്പോ ആ സ്കൂളിന്റെ ലക്ഷ്യം എന്തായിരിക്കും? മിക്കവാറും എന്ത് തന്നെയായിരിക്കും ലക്ഷ്യം വരുന്നത്? അവരുടെ ഗോൾ എന്തായിരിക്കും? നല്ല എഡ്യൂക്കേഷൻ. നല്ല എഡ്യൂക്കേഷൻ. നല്ല എഡ്യൂക്കേഷൻ, അതായത് നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെ, നല്ല മാർക്കോട് കൂടി അല്ലെങ്കിൽ നല്ല ഡിസിപ്ലിനോട് കൂടി അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടികളാണെന്ത് ഒരു സ്കൂളിന്റെ എയിം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് ആ കുഞ്ഞുങ്ങളെ ആക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണെന്ത് പ്രൊഡക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രൊഡക്ഷൻ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം സ്കൂളിന്, അല്ലെങ്കിൽ ആ കുട്ടികളുടെ മികച്ച ഒരു ഔട്ട്കമിന് വേണ്ടിയിട്ട് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ സ്കൂളിന് ശ്രദ്ധിക്കാം? എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്? ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ വേണം അല്ലെ? ഓക്കെ, നല്ല രീതിയിൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, അതിലൂടെ നമുക്ക് കുട്ടികളുടെ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ സെലക്ഷൻ. ടീച്ചേഴ്സിന്റെ സെലക്ഷൻ, അല്ലെങ്കിൽ ടീച്ചേഴ്സിന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വേണം സ്റ്റുഡൻസിനെ കുറിച്ച് അല്ലെ. എന്താണ് അവരെ പഠിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് അവരെ കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു ധാരണ, ഒരു അവയർനെസ് ആർക്ക് വേണം? ടീച്ചേഴ്സിന് ഉണ്ടാക്കേണ്ടത്. കൃത്യമായ ലെസൺ പ്ലാനിങ് വേണം ആ സ്കൂളിൽ. അപ്പൊ എഡ്യൂക്കേഷണൽ ഗോൾസിനെ കുറിച്ച് കൃത്യമായിട്ട് ടീച്ചേഴ്സിനെ അറിയിക്കണം. അതും പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പഠന പ്രവർത്തനങ്ങൾ, അതായത് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ശരിയായി നടത്തുക. അതിലൂടെയും എന്താണ് ആ സ്ഥാപനത്തിന് നല്ല രീതിയിൽ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ കഴിവുകളും കുറവുകളും തിരിച്ചറിയുക അല്ലെ. ഈ 2 കാര്യങ്ങളിലൂടെ ഓരോ സ്റ്റുഡൻസിനെയും സ്പെസിഫിക് ആയിട്ട് അറിയാനും അവരിലെ വളർച്ച ഒബ്സർവ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലേ. അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും എടുത്താൽ മതി. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം, അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങള് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് ഒരു പേജ് മാത്രമേ എടുത്തിട്ടുള്ളൂ, അധികം ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ എടുത്ത കാര്യങ്ങള് നല്ല രീതിയിൽ വായിച്ചു നോക്കുക കേട്ടോ. അപ്പൊ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു. Thank you. Thank you. Thank you, ma'am. Thank you, ma'am. Thank you. Next class കാണാം കേട്ടോ. ബൈ. താങ്ക് യു മാം.